शमीशान निर्वाण रूपम विभुं व्या ഹലോ ഗായ്സ്, അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ യാത്ര പോയതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാം. രാവിലെ വെളുപ്പിനത്തെ ഒരു 5:30 എണിച്ച് ക്ലോക്ക് ഒരു 5 മിനിറ്റ് ഫാസ്റ്റ് ആയതുകൊണ്ട് തന്നെ 5:45 ആവാറായി. അപ്പോൾ രാവിലെ എണിച്ച് പല്ലിയേച്ച് കുളിച്ച് അവളെയും പല്ലിയേപ്പിച്ച് ഫുഡൊക്കെ കഴിച്ച് ഞാൻ തലേദിവസം തന്നെ, അതായത് നമ്മൾ പോകുന്ന ഞായറാഴ്ചയാണ്, തലേദിവസം തന്നെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് അമ്മയുടെ അടുത്തൊക്കെ. അങ്ങനെ കാപ്പിയൊക്കെ കുടിച്ച്, കാരണം ഇപ്പോൾ ഗ്യാസിൻ്റെ പ്രശ്നമായിട്ട് വഴിയിൽ ഹോട്ടലൊന്നും അധികം കാണാത്തതുകൊണ്ട് തന്നെ നമ്മൾ കാപ്പി വീട്ടിൽ നിന്ന് തന്നെ കുടിച്ചിട്ട് പോയി. ഞാനും കൊച്ചും അമ്മയും പിന്നെ സഹോദരനും കൂടെ അവൻ്റെ ആട്ടിലാണ് ഈ കോവിലൊക്കെ പോയിട്ടുണ്ടായിരുന്നത്. നമ്മൾ 3 കോവിലുകളിൽ പോയി. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ നേരെ പോയത് കൊല്ലംകോടാണ്. കൊല്ലംകോട് മുടിപ്പുര എന്ന് പറയുമ്പോൾ ചിലവർക്കൊന്നും അത് മനസ്സിലാവത്തില്ല. അപ്പോഴത്തേക്ക് ഞാൻ പാടിക്കൊടുക്കുന്ന പാട്ടാണ് കൊല്ലംകോട് തൂക്കം നേർന്ന കുഞ്ഞാറ്റക്കിളിക്ക്. ആ പാട്ട് പാടിക്കൊടുക്കുമ്പോൾ ഏകദേശം കുറച്ച് പേർക്കൊക്കെ മനസ്സിലാവുക. അങ്ങനെ പറഞ്ഞാണ് ഞാൻ മനസ്സിലാക്കി കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ നേരെ അവിടെ ചെന്ന് കുറച്ച് എണ്ണാത്തിരി അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ച്. ഇതെൻ്റെ അച്ഛൻ്റെ കുടുംബ കോവിലാണ്, എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ കുടുംബക്ഷേത്രം. അച്ഛൻ മരിച്ച് 10 വർഷമായി ഈ വേളയിലാണ് എനിക്ക് ആദ്യമായിട്ട് ആ കോവിലിൽ പോകാൻ തന്നെ പറ്റിയിട്ടുണ്ടായിരുന്നത്. മേ ബി ഇപ്പോഴായിരിക്കും സമയമായത്. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് അവിടെ പോകുന്നു. നല്ല കാമായിട്ടുള്ള അന്തരീക്ഷമാണ്, നല്ല രസമാണ്. നമ്മൾ അതിനകത്തൊക്കെ തൊഴുത് പുറത്തൊക്കെ നിന്ന് കുറച്ച് നേരം ഇങ്ങനെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് അവിടെ നിന്ന് നമ്മൾ ഒരു 8 മണിയായിട്ടുള്ള അവിടെ നേരെ നമ്മൾ തിരിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് നമ്മൾ നേരെ പോയത് എവിടെയാണെന്ന് അറിയാം, അതിൻ്റെ തൊട്ടടുത്ത് മീൻസ് അതിൻ്റെ ഏകദേശം ഒരുപാട് കിലോമീറ്റർ പറഞ്ഞുതരാൻ എനിക്കറിയത്തില്ല, എന്നാലും അടുത്തായിട്ട് ഒരു അരമണിക്കൂർ യാത്രയൊക്കെ ഉണ്ടാവും. നമ്മൾ നേരെ പോയത് ചെങ്കൽ മഹാദേവ ക്ഷേത്രത്തിലോട്ടാണ്. ഈ ക്ഷേത്രത്തിനെ പറ്റി നമ്മൾ പാട്ടിലോടൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ, കാരണം അത്രയ്ക്ക് ഫേമസ് ആയിട്ടുള്ള ക്ഷേത്രമാണ്. അങ്ങനെ അവിടെ പോയി, അവിടെ അകത്ത് കയറില്ല, കാരണം ഭയങ്കര തിരക്കായിരുന്നു. ഇന്ന് ഈസ്റ്ററും സൺഡേയും ലീവും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് തന്നെ പുറത്തൊക്കെ നിന്നിട്ട് കാണാൻ വേണ്ടിയേ പറ്റുള്ളൂ. അകത്തൊക്കെ പോകാൻ നല്ല തിരക്കുണ്ടായിരുന്നു. അങ്ങനെ പുറത്ത് നിന്ന് കുറച്ച് തണലിൽ മണ്ണിലൊക്കെ അവൾ കളിച്ച്, പിന്നെ എന്താ ഈ ഒരു നന്ദീശ്വരനെ കാണാൻ ഭയങ്കര രസമുണ്ടല്ലോ, അതിൻ്റെ അടുത്ത് നമ്മൾ കുറച്ച് നേരം നിന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ നേരെ പോയി ഒരു തണുത്ത നാരങ്ങ വെള്ളം, കാരണം അമ്മാതിരി ചൂടായിരുന്നു, 10 മണി പോലും ആയിട്ടില്ല, എന്നാലും ചൂടായിരുന്നു. നാരങ്ങ വെള്ളമൊക്കെ കുടിച്ച് അവിടെ നിന്ന് നേരെ നമ്മൾ പോയിട്ടുള്ളത് വലിയ ശിവനോ എന്ന് ചോദിച്ചാൽ എൻ്റെ മോള് പറയുന്ന പേരാണ് വലിയ ശിവൻ. എന്താണെന്ന് വെച്ചാൽ കടലുള്ള വലിയ ശിവൻ എന്നാണ് അവൾ പറയുന്നത്. അവൾക്ക് പേര് ആഴിമല എന്നൊന്നും പറയാറുണ്ട്, അതുകൊണ്ട് കടലുള്ള സ്വന്തം പേരിൽ കടലുള്ള വലിയ ശിവൻ്റെ കോവിൽ എന്നാണ് അവൾ പറയുന്നത്. അങ്ങനെ നമ്മൾ നേരെ ആഴിമലയിലെത്തി. അതിനകത്തുള്ള ഫോട്ടോസല്ലല്ലോ അതിനകത്ത് കയറി കണ്ടിട്ടുണ്ടായിരുന്നു. കാരണം നമുക്ക് അവിടെ കയറുമ്പോഴത്തേക്ക് ഒരു അരിസഞ്ചി ഇങ്ങ് തരും, ഫോണൊക്കെ ഇട്ട് കൊണ്ടുപോകാൻ. നമുക്ക് ഫോൺ ഒരു വിധത്തിൽ അവിടെ എടുക്കാൻ പറ്റത്തില്ല. അങ്ങനെ നമ്മൾ അവിടെയൊക്കെ പോയി അതൊക്കെ കണ്ട് അവിടെ നിന്ന് നേരെ കടലിൽ ഇറങ്ങിയപ്പോഴാണ് ഇത്രയും വലിയൊരു ബോട്ടൊന്ന് കപ്പൽ കാണാൻ പറ്റിയത്. ആദ്യമായിട്ടാണ് ഇങ്ങനെ അവിടെ കപ്പൽ പറഞ്ഞാൽ ഞാൻ കാണുന്നത്. അങ്ങനെ നമ്മൾ അതൊക്കെ കണ്ടതിന് ശേഷം നേരെ വീട്ടിൽ പോയി. അപ്പോൾ നമ്മൾ ചെങ്കൽ കോവിലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഇതേപോലെ പുളിമുട്ടായും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് സാധനങ്ങളൊക്കെ അതിനെയൊക്കെ എടുത്ത് വെച്ച് തിന്ന് ദീപാരാധന സമയമായതുകൊണ്ട് തന്നെ ദീപാരാധന തൊഴാൻ പോയ സമയം കൊണ്ട് നമ്മൾ ചെങ്കലിൽ നിന്ന് വാങ്ങിച്ച പുളിമുട്ടായും കടലൊക്കെ തിന്നിട്ടുണ്ടായിരുന്നു. ഇനി നേരെ വീട്ടിലോട്ടാണല്ലോ പോകണം, അതുകൊണ്ട് പിന്നെ കഴിക്കുന്നതിന് കുഴപ്പമില്ലല്ലോ. പിന്നെ ഈ വീഡിയോയുടെ ഇടയിലെ വോയിസിന് എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ സോറി കേട്ടോ. എന്നാൽ പിന്നെ അത്രയുള്ള ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ടാറ്റാ.